ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മൂന്നാർ ട്രിപ്പിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണ്. ഒരുമിച്ച് ഇടാൻ പറ്റാത്തത് കൊണ്ട്, വളരെ ലെങ്തി ആയി പോകുന്നത് കൊണ്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, മൂന്നാർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പറയുമ്പം തണുപ്പും ആ ഒരു തേയിലത്തോട്ടവുമാണ്. അപ്പോൾ മൂന്നാർ ടീ പ്ലാന്റേഷനിൽ ഞങ്ങൾ ഇറങ്ങി, അവിടെ ഞങ്ങൾ അടിച്ചു പൊളിച്ച് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ റീൽസൊക്കെ എടുത്ത് ഞങ്ങൾ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ നെക്സ്റ്റ് പോയത് ഗ്യാപ്പ് റോഡിലാണ്. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ മൂന്നാർ പ്രദേശത്ത് ഒരു മനോഹരമായ മലനിര റോഡാണ്. അപ്പോൾ ഇത് തേയിലത്തോട്ടങ്ങളുടെയും മലകളുടെയും താഴ്വാരങ്ങളും കാണാൻ കഴിയുന്ന സുന്ദരമായ റോഡായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ മലനിര കാഴ്ചകളും തേയിലത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളുടെ ഇടയിലുള്ള റോഡുകളും ഫോട്ടോ എടുക്കാനായിട്ട് അടിപൊളി മികച്ച ഒരു സ്ഥലവും കൂടിയാണ്. ഹെയർ പിൻ വളവുകളുള്ള നല്ല മനോഹരമായ മല റോഡുകളാണ്. ഈ ഗ്യാപ്പ് റോഡിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഹിഡൻ സ്പോട്ടും കൂടെയാണ്. അത് ഹിഡൻ കേവ് എന്ന് പറയും. അതായത് ഗ്യാപ്പ് റോഡിൽ വന്നു കഴിയുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു സ്വാഭാവിക കല്ലുഗുഹയാണ്, ഒരു ഹിഡൻ സ്പോട്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ ഹിഡൻ കേവ് എന്ന് പറയപ്പെടുന്നത്. വലിയ കല്ലുകളുടെ ഇടയിലൂടെ സ്വാഭാവികമായി രൂപപ്പെട്ട ഒരു ഗുഹയാണ്. പലരും പല സ്റ്റോറീസും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി, ഗുഹയുടെ ഉള്ളിലേക്ക് ഒരുപാട് ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്യാപ്പ് റോഡിൽ തന്നെ ഒരുപാട് ഫ്രഷ് ക്യാരറ്റ്സ് ഒക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ക്യാരറ്റൊക്കെ മേടിച്ചു. ആ സൈഡിൽ കണ്ട കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ കൂടെ വന്ന ജീപ്പ് ഡ്രൈവർ പറഞ്ഞത്, നമ്മുടെ ഈ കലണ്ടറിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോ ഇല്ലേ, ഈ ഒരു സെക്ഷനിൽ വന്നതിന് ശേഷമാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് വന്നത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് മാഗിയൊക്കെ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാഗിയൊക്കെ മേടിച്ച് കഴിച്ചു. അതുപോലെ തന്നെ പൈനാപ്പിള്, മാംഗോ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലേക്ക് പോയി. മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ എൻട്രൻസ് ആണ്. മൂന്നാറിലെ ഒരു പ്രശസ്ത ടൂറിസം അട്രാക്ഷൻ കൂടിയാണ് നമ്മുടെ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. മൂന്നാറിലെ ദേവികുളം റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാർ റോഡിൽ നിന്നും ഒരു 2-3 കിലോമീറ്റർ ദൂരത്തിലാണ്. മോർണിംഗ് 8:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഇതിൻ്റെ എൻട്രി ഫീസ് 100 രൂപയാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ വയലറ്റ് പൂവിൻ്റെ ഒരു അടിപൊളി അട്രാക്ഷനാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കൊന്ന് നൈറ്റിലൊക്കെ വളരെ ലൈറ്റൊക്കെ ഇട്ട് ഒരു അടിപൊളി സെറ്റപ്പിലാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ നൈറ്റ് അല്ലാഞ്ഞതുകൊണ്ട് ആ ലൈറ്റ്സ് ഒന്നും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറിപ്പോയി. ഇവിടെ നിറച്ച് വയലറ്റ് പൂക്കളും വളരെ ഇതിനകത്ത് പോയില്ല. ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ വളരെ നഷ്ടമായി പോയേനേന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. നല്ല പൂക്കളൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ പൂക്കളൊക്കെ എന്താണെന്ന് പേരൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. പക്ഷെ ഞാനതിൻ്റെ ഫുൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആയാലും കാണുന്ന പൂവിൻ്റെ നല്ല വെറൈറ്റി സൈസ്, അതിൻ്റെ ഒറിജിനൽ സൈസ് എന്നൊക്കെ പറയുന്ന പോലെ നല്ല കളറൊക്കെ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. വളരെ അടിപൊളിയായിട്ടാണ് ഉണ്ടായിരുന്നു.
ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ 5 പേരും 5 റൂട്ടിലോട്ട് പോയി. ഓരോ പൂക്കൾ കാണുമ്പോൾ ഓരോരുത്തർ ഓരോ സൈഡേ പോകും. ഇതിൻ്റെ താഴെ വന്ന് കഴിയുമ്പോഴത്തേനും ഒരു താഴ്വര പോലെ നല്ല അല്ലെങ്കിൽ റിവർ പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാ പൂക്കളുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.